ഇപ്പോൾ സുജയ പാർവതി നമുക്കൊപ്പം ചേരുന്നു വിംസ് ആശുപത്രിയിൽ നിന്നും. സുജയ പാർവതി, ഇതൊരു ദേശീയ ദുരന്തമാണ് തനിക്കെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇവിടേക്ക് പതിയേണ്ട സാഹചര്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നത്. അതേസമയം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുമില്ല. എന്താണ് പ്രിയങ്കയും രാഹുലും പറഞ്ഞത്? അവരിന്ന് മടങ്ങുമോ? സുജയ പാർവതി. ഡോക്ടർ അരുൺകുമാർ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ദുരിതബാധിതരുടെ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നതിനായി അല്പസമയം മുമ്പ് ഇവിടെ വിംസ് ആശുപത്രിയിലേക്ക് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. നിരവധി ആളുകൾ അവരെത്തിയത് അറിഞ്ഞതും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തിക്കും തിരക്കുമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും MLA-മാരും MP-മാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചൂരൽമല ടൗണിലേക്കാണ് അവർ ആദ്യം എത്തിയത്. ചൂരൽമല ടൗണിൽ വന്ന് ഈ ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് ബെയിലി പാലം നിർമ്മിക്കുന്ന ഇടത്തേക്ക്, ഒപ്പം ബെയിലി പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന താൽക്കാലിക പാലം കടന്നുകൊണ്ടാണ് അവർ അപ്പുറത്തേക്ക് പോയത്. താൽക്കാലിക പാലം കടന്ന് കുറച്ചു ഭാഗം കൂടി മുന്നോട്ട് പോയി ഈ വെള്ളോർമലയും ചൂരൽമലയും ഒക്കെ കാണാവുന്ന ഒരു ഭാഗം വരെയുള്ള ഇടം വരെയാണ് അവർ രണ്ടുപേരും പോയത്. KC വേണുഗോപാൽ MP-യും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ മേപ്പാടിയിലേക്ക് എത്തിയത്. മേപ്പാടിയിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം മേപ്പാടിയിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്നതും തിരിച്ചറിയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതും. അവിടേക്ക് പോയി അവിടെയും കുറേ സമയം ആ ക്യാമ്പിലുള്ള ആളുകളുമായി സംസാരിച്ച് അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും സംഘവും സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് പോയത്. സെന്റ് ജോസഫ് സ്കൂളിലും നിരവധി ആളുകൾ കഴിയുന്നുണ്ട്. അവരെയും സന്ദർശിച്ചതിന് ശേഷം മൂന്നാമതായാണ് വിംസ് ആശുപത്രിയിലേക്ക് വന്നത്. ഇവിടെ ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 150ഓളം ആളുകൾ ചികിത്സയിലുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്ക്. ICU-വിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഒപ്പം തന്നെ 2ഉം 4ഉം നിലകളിൽ ചെറിയ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമുണ്ട്. അവരെയൊക്കെ കണ്ടു. കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട, അതായത് കുടുംബത്തിലെ ബാക്കി എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞു മക്കളടക്കമുണ്ട്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് നമ്മൾ എടുത്തു ചോദിച്ചത്. അപ്പോൾ അക്കാര്യം സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും, അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി ഒരു വാചകം അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ആ ഒരു വിഷയം തന്നെ എടുത്തു ചോദിക്കാൻ കാരണം 8ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ കണ്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ആരവർക്ക് സംരക്ഷണം ഒരുക്കും? അനാഥാലയങ്ങളിലേക്ക് പോകാതെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് സംരക്ഷണങ്ങൾ ഒരുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുന്നതാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ദുഃഖം ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയുന്നു. അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ സൈനിക വിഭാഗങ്ങളുണ്ട്. ഒപ്പം വോളണ്ടിയേഴ്സായി എത്തിയ ആളുകളുണ്ട്. അതായത് ഈ ദുരന്ത ഭൂമിയിലേക്ക് തങ്ങൾക്ക് അപകടം പറ്റിയേക്കാം എന്നതുപോലും കണക്കിലെടുക്കാതെ പോയ മനുഷ്യരുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു, അവർക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ, അതായത് രണ്ടുപേർക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടമാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനമൊക്കെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതായത് മൃതദേഹം കണ്ടെടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി ഇവിടെ അവർ സ്റ്റേ ബാക്ക് ആണ്, ഇവിടെ തുടരുന്നു, വയനാട്ടിൽ തുടരുന്നു. ഒരു പക്ഷേ നാളെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിലേക്ക്, ഇന്ന് അവർ വന്നപ്പോൾ വലിയ മഴയായിരുന്നു, അതുകൊണ്ടാകാം അവർ താൽക്കാലിക പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് പോകാതെ പകുതിയിൽ വെച്ച് യാത്ര അവസാനിപ്പിച്ചത്. നാളെ അവർ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള അവലോകന യോഗം ചേരുന്നതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാത്രി എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഘവും വയനാട്ടിൽ തന്നെ തുടരും. അവലോകന യോഗമുണ്ടാകും വൈകിട്ട്. അതിനുശേഷം സ്ഥിതി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും നാളത്തെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പലയിടങ്ങളിലും ഇനിയും ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാണാതായ ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം. അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. തെരച്ചിൽ ഒരിടത്തും അവസാനിപ്പിക്കരുത്, എല്ലാവരെയും കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ തുടരണം എന്നതാണ് രാഹുൽ ഗാന്ധി നേരത്തെയും പറഞ്ഞത്. കാലാവസ്ഥ മോശമായതിനാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വരാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ വന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരെ, ആശുപത്രിയിൽ കഴിയുന്നവരെയൊക്കെ നേരിട്ട് കണ്ടു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും മടങ്ങുന്നത്. അവർ ഇന്ന് ഇവിടെ രാത്രി വയനാട്ടിൽ തുടരും. നാളെ ഒരുപക്ഷെ ദുരന്തബാധിത മേഖലകളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള സൂചനകളാണ് ഡോക്ടർ അരുൺ നമുക്കിപ്പോൾ കിട്ടുന്നത്. സുജയ പാർവതിയാണ് വിംസ് ആശുപത്രിയിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.